ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ അത് സെമീറിൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ടതാണ് ഒരു മയിൽ. എന്തൊരു ഭംഗിയാണ് കാണാൻ. അവൾ അരി ഇട്ടുണ്ടല്ലോ, ആ കല്ലുമ്മൽ അരി ഇട്ട് കൊടുത്താണ്. അരി ഇട്ട് കൊടുത്ത് അരി ഇങ്ങനെ കൊത്തി തിന്ന്. നമ്മളിവിടെ കോഴിക്കളല്ലേ അതൊക്കെ കൊത്തി തിന്ന. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് മിണ്ടാതെ നിന്ന് കഴിഞ്ഞാൽ ആ പീലിയൊക്കെ വിടർത്തും. പക്ഷെ അത് ആളിവിടെ ഉണ്ടെന്ന് പറഞ്ഞതിനെ കൊണ്ട് അതിങ്ങനെ ഇങ്ങോട്ട് നോക്കണമുണ്ട്, കൊത്തണമുണ്ട്, ഇങ്ങനെ തിരിഞ്ഞ് നോക്കണമുണ്ട്. അപ്പം സെമീർ അറിഞ്ഞ് മിണ്ടാതെ നിന്നാൽ പീലിയൊക്കെ വിടർത്തണേ കാണാമെന്ന്. അപ്പം മെല്ലെ ഒരു ഗ്രിൽസിൻ്റെ ഉള്ളിൽ കൂടെ മിണ്ടാതെ നിന്ന് നോക്കുകയാണ്. അപ്പോൾ പീലി വിടർത്തുന്നത് കാണാനൊരാഗ്രഹം. നമ്മളിതൊന്നും കണ്ടിട്ടില്ലല്ലോ, നമ്മളിവിടെ കോഴിക്കല്ലേ അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത് തിരിഞ്ഞ് മറിഞ്ഞ് നോക്കുന്നുണ്ട്. അതിൻ്റെ നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ സൗണ്ടൊന്നും കേട്ടാൽ കോപ്പിറൈറ്റ് കൊടുക്കണ്ട വിചാരിച്ചിട്ട് നമ്മൾ സൗണ്ടൊക്കെ ഒഴിവാക്കിയതാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളകുന്നതനുസരിച്ചിട്ട് പീലി ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. പിന്നെ അത് താവും, പിന്നെയും പൊന്തും. അപ്പോൾ അടുക്കളയിലെ വർക്ക് ഏരിയയിലെ ഗ്രിൽസിൻ്റെ അടുത്തുനിന്നാണ് ഇത് ഇങ്ങനെ മെല്ലെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ പീലി പൊന്തി വരുന്നുണ്ട് കേട്ടോ മക്കളെ. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളിതൊന്നും ആദ്യമായിട്ടാണ് കാണാം. നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ, മൃഗശാലയിൽ അവിടെ ഇവിടെയൊക്കെ പോയാലല്ലോ ഇത് കാണുള്ളൂ. കണ്ട മക്കളെ, പൊന്തി വരുന്ന നോക്കിയാട്ടെ. അതിങ്ങോട്ട് വിടർന്നിങ്ങോട്ട് വരും, പക്ഷേ വിടർത്തുന്നില്ല. അതിന് മനസ്സിലായി ഇവിടെ ആളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായതിനെ കൊണ്ട് അത് തീരെ വിടർത്താതെ ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് നിൽക്കുകയാണ്. അത് നടന്ന് പോകാനുള്ള എല്ലാ പരിപാടിയും ഒപ്പിച്ചിരിക്കുന്നു. പക്ഷേ നടന്നിട്ടോ പോകണമില്ല. അങ്ങോട്ട് നോക്കണമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 4 ഭാഗം നോക്കുന്നുണ്ട്. പീലി വിടർത്തിയോടുത്തുനിന്ന് പീലി വിടർത്തിയത് താഴോട്ട് തന്നെ പോകുന്നു. കാരണം ഇനി 4 ഭാഗം നോക്കുകയാണ്. അത് നടന്ന് പോകാനുള്ള എല്ലാ ഒരുക്കത്തിലുമാണ്. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന് പീലി വിടർത്തുന്നു. മക്കളൊക്കെ സെമീറ പറഞ്ഞ് മിണ്ടാതെ നിന്നാൽ പീലി വിടർത്തിനെ കാണാമെന്ന്. പിന്നെ അങ്ങനെ മിണ്ടാതെ അടക്കി പിടിച്ച് മക്കളും ഞാനും ഒക്കെ അടക്കി പിടിച്ചാൽ കണ്ട പീലി വിടർത്തി വരുന്നുണ്ട് മക്കളെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷേ പീലി വിടർത്തിയില്ല. നമ്മളിങ്ങനെ പ്രതീക്ഷയോട് കൂടെ നിൽക്കുകയാണ്. ആ പ്രതീക്ഷയിൽ ഇനി പീലി വിടർത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അനങ്ങാതായിന് മനസ്സിലായിരിക്കുന്നത് ഈ ഗ്രിൽസിനുള്ളിൽ ആരോ നിൽക്കുന്നുണ്ടെന്ന്. സെമീറ സാധാരണ അവിടെ ഇല്ലാത്തതല്ലേ. അപ്പം ഇവിടെ മയിലേക്ക് വെച്ച നിലാണ് സെമീറിൻ്റെ കൊലായിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ പീലി വിടർത്തി ഇങ്ങനെ നിൽക്കുന്നതും പീലിൻ്റെ അതിൻ്റെ തൂവലൊക്കെ തൊയ്ഞ്ഞ് കിടക്കുന്നതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതാ പോവുകയാണ്, ഞാൻ നിൽക്കണില്ല, ഞാൻ പോട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ മെല്ലെ കമ്പി ഗ്രിൽസിൻ്റെ മുകളിൽ കൂടെ നടന്നത്. അങ്ങനെ അങ്ങോട്ട് പോകണം. നമുക്ക് സങ്കടമായിപ്പോയി. നമ്മൾ വിചാരിച്ചിപ്പോൾ പീലി വിടർത്തല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ നിന്നതേനി. അപ്പോൾ അത് വിടർത്തണില്ല മക്കളെ. ഇന്ന് ഞാൻ പോവുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ എൻ്റെ പീലി വിടർത്തിയിട്ട് അങ്ങനെ കാണണ്ടെന്നാണ് നമ്മളോട് മയിൽ പറയുന്നത് മക്കളെ. നമ്മൾ കുറച്ച് നേരമൊക്കെ നോക്കി നിന്ന് ആ കമ്പിമ്മ കൂടെ പോയി ആ പച്ചുള്ള ഭാഗത്തേക്ക് മെല്ലെ നീങ്ങി ആ മരത്തിൻ്റെ സൈഡിലേക്ക് പോയി ഒളിച്ച് നിന്ന് നമ്മൾ വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്ന്. പക്ഷേ ഏതായാലും പിന്നെ രക്ഷയില്ല. അത് പോണ കണ്ടപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫുള്ളായിട്ടൊന്ന് എടുക്കാൻ വിചാരിച്ച്. ഞാൻ ഏതായാലും ആ പീലി വിടർത്തുന്നില്ലല്ലോ. അപ്പോൾ അതാ പറന്ന് തെങ്ങുമലേക്ക് കയറി അവിടെ നിന്നും പറന്ന് അതാ മക്കളെ പോകണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മറക്കല്ലേ മക്കളെ നമ്മളെ.